ഹലോ ഗായ്സ്, അപ്പോൾ നമുക്കൊന്ന് മഹാബലിപുരം വരെ പോയിട്ട് വന്നാലോ. ചെന്നൈ സെൻട്രലിൽ നിന്നും ഓൾമോസ്റ്റ് 50 മുതൽ 65 കിലോമീറ്റർ ദൂരെയാണ് ഈ മഹാബലിപുരം സ്ഥിതി ചെയ്യുന്നത്. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഓൾമോസ്റ്റ് അടുത്തായതുകൊണ്ട് തന്നെ എനിക്ക് അത്രയും ദൂരം എടുത്തില്ല. എനിക്കൊരു 30 മിനിറ്റ്സ് അല്ലെങ്കിൽ 35 മിനിറ്റ്സുള്ള ഞാൻ ആ സ്ഥലത്തെത്തി. അങ്ങനെ ഞങ്ങൾ മഹാബലിപുരം ബസ്സിൽ കയറിയിട്ടുണ്ട്. 515 ആണ്. താമ്പരത്ത് നിന്ന് ഈ ബസ് സ്ട്രെയിറ്റ് മഹാബലിപുരം പോകുന്നതാണ്. സോ 1.5 മണിക്കൂറേ എടുക്കത്തുള്ളൂ. ഞങ്ങൾ അങ്ങനെ ഈ ബസ്സിൽ കയറി. അവിടെ ചെന്നപ്പോഴത്തേക്ക് അത്യാവശ്യം വെയിലായിരുന്നു. ഒരു 11 മണി ആയതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ടായിരുന്നു. ഞങ്ങൾ ആ വെയിലൊക്കെ കൊണ്ട് അവിടെ ചെന്നപ്പോഴത്തേക്കും ഫസ്റ്റ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. ആ ടിക്കറ്റിന് 40 രൂപയാണ്. ഈ 40 രൂപയുടെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 5-6 സ്ഥലം കവർ ചെയ്യാൻ പറ്റും. പക്ഷേ ഫോറിനേഴ്സ് ആണെങ്കിൽ 600 രൂപ കൊടുക്കണം. ഞങ്ങൾ അങ്ങനെ ആ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി നടന്നു. കുറച്ച് ദൂരം ഉണ്ടായിരുന്നു നടക്കാൻ. എന്നാലും ഞങ്ങൾ ആ വെയിലത്തൂടെ അവിടെ എത്തി. അവിടെ എത്തിയപ്പോഴത്തേക്കും സീഷോർ ടെമ്പിളിലാണ് ആദ്യം പോയത്. അവിടെ ചെന്നപ്പോഴത്തേക്കും കടലിൻ്റെ അടുത്തൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ മോണുമെൻ്റാണ്. ഇതൊക്കെ നമ്മൾ കൂടുതൽ ഹിസ്റ്ററി ബുക്സിനകത്തൊക്കെയാണ് കണ്ടിട്ടുള്ളത്. അങ്ങനെ ഇത് ഹിസ്റ്റോറിക്കൽ ബുക്കുകളിൽ വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യയിലെ ഒരു സ്ഥലം കൂടെയാണ്. 7-ാം നൂറ്റാണ്ടിൽ പല്ലവ ഡൈനാസ്റ്റി നിർമ്മിച്ചതായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ മാമല്ലൻ എന്ന രാജാവിൻ്റെ പേരിലാണ് ഈ സ്ഥലം അല്ലെങ്കിൽ ഈ ടെമ്പിളൊക്കെ അറിയപ്പെടുന്നത്. സോ ഞങ്ങൾ അങ്ങനെ അവിടെ എല്ലാം കറങ്ങി കണ്ട്. ഇത് ഫാമിലിയും ഫ്രണ്ട്സുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം ഫുള്ള് നിങ്ങൾക്ക് കണ്ട് കറങ്ങാൻ വേണ്ടിയുള്ള സ്ഥലമുണ്ട്. ഒരു തുള്ളി സിമെൻറ്റ് പോലും യൂസ് ചെയ്യാതെ ഇത്രയും നല്ല സ്ട്രക്ചറാണ് ഇവർ ഉണ്ടാക്കിയിരിക്കുന്നത് 7-ാം നൂറ്റാണ്ടിൽ. ഇത് നമുക്കൊരു കാഴ്ചയ്ക്ക് തന്നെ ഒരു അത്ഭുതമായിരിക്കും. അങ്ങനെ ഞങ്ങളിതെല്ലാം കണ്ടു. ഇവിടെ ഇപ്പോൾ ദൈവാരാധനകളൊന്നുമില്ല, പക്ഷേ കാണാൻ വേണ്ടി നമുക്ക് ഫാമിലിയായിട്ട് വന്ന് കറങ്ങാൻ വേണ്ടി പറ്റുന്ന ഒരു സ്ഥലമാണ്. എല്ലാവരും ഫാമിലിയായിട്ട് ഫ്രണ്ട്സായിട്ട് ചെന്നൈയിലുള്ളവർ ഒരു വട്ടമെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ നല്ല ട്രഡീഷണലായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് വന്നാൽ ഇവിടെ അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. അതിനൊന്നും റെസ്ട്രിക്ഷൻസ് ഇല്ല. നന്നായിട്ട് നിങ്ങൾക്ക് കുറേ ഫോട്ടോസൊക്കെ ഈ ഏരിയയിൽ നിന്ന് ക്ലിക്ക് ചെയ്യാൻ പറ്റും. ഈ യുനെസ്കോയുടെ പൈതൃക പട്ടികയിലുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ഇതവർ അത്രയും പവിത്രമായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ അങ്ങനെ റിലീജിയണൊന്നും ഒരു ബാധകമല്ല. ആർക്ക് വേണേലും വരാം, ഫാമിലിയായിട്ട് വന്ന് കാണുകയൊക്കെ ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റത്തെ സ്ഥലം കവർ ചെയ്തു. ഇനി ഞങ്ങൾ അടുത്ത സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യുന്നത് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം ഗൈസ്. ബൈ.